മലയാളത്തിലെ ന്യൂസ് ചാനലുകളിലെ മാധ്യമ പ്രവർത്തകരോട് ഞങ്ങൾ ഒരു കാര്യം തുറന്നു പറയുകയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. ഇന്ന് സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ടി വരത്തില്ല. കാര്യം എന്താണ്? നിങ്ങൾ പണിയെടുക്കുന്ന ചാനലുകളുടെ വ്യൂവർഷിപ്പ്, പ്രേക്ഷക സമൂഹം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ ബാർക്ക് റിപ്പോർട്ട് പ്രകാരം, കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ട് പ്രകാരം, അതായത് ബാർക്ക് എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ പ്രകാരം, കേരളത്തിലെ മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെ വ്യൂവർഷിപ്പ് ഗണ്യമായി കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്തുണ്ട്. ഈ കുത്തനെ ഇടിഞ്ഞിട്ട് ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് അതൊരു അലങ്കാരമൊന്നും അല്ലല്ലോ, ഒരു അവകാശവാദം പറയാം. ഞങ്ങളിപ്പോൾ ഒന്നാം സ്ഥാനത്താണ്. പക്ഷേ 125, 130, 150 വരെ പോയിന്റിൽ നിന്നിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പം കാണുന്നത്, അതിൻ്റെ പോയിന്റ് റേറ്റ് ബാർക്ക് ഇത് പ്രകാരം 75.2 മാത്രമാണ്. 150 വരെ കിടന്നത് ഇപ്പോൾ 75.2 പോയിന്റ് ആയില്ല. ലേറ്റസ്റ്റ് വീക്ക്ലി റിപ്പോർട്ടിൽ ദ ലോവസ്റ്റ്. രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ, മലമുറി ചാനൽ, അവർക്ക് 67. ഒന്നുമല്ല, 100-ൽ കടന്നവരൊക്കെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മൂന്നാം സ്ഥാനത്ത് 24 റിപ്പോർട്ടർ, ശ്രീകണ്ഠൻ നായരുടെ ചാനൽ, ആശാവഹമല്ല, 61.74. നാലാം സ്ഥാനത്ത് മനോരമ. നാലാം സ്ഥാനം നിലനിർത്തി കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനം മുത്തശ്ശി പത്രം മനോരമയുടെ, മലയാള മനോരമയുടെ ചാനലിൻ്റെ റേറ്റിംഗ് ഇപ്പോഴും 4-ാം സ്ഥാനത്ത് കിടന്ന് കിതയ്ക്കുകയാണ്. തുടങ്ങിയിട്ട് എത്ര വർഷമായി? മനോരമ റേറ്റിംഗ് 36.6. ഒന്നുമല്ല, നേരത്തെ 60-70 കിടന്ന് ഇപ്പം 36.6 എന്ന് പറഞ്ഞാൽ പ്രേക്ഷക സമൂഹം ഏഷ്യാനെറ്റ് കാണുന്നതും 24 കാണുന്നതും റിപ്പോർട്ടർ കാണുന്നതും മനോരമ കാണുന്നതുമൊക്കെ പകുതിയോളം പേര് പ്രേക്ഷകർ വിട്ടുപോയിരിക്കുന്നു. ഈ ക്രൂര യാഥാർത്ഥ്യം ഇവർക്ക് വേണ്ടി നുണപ്രചരണം നടത്തുന്ന, നുണ റിപ്പോർട്ട്, നുണ ഫാക്ടറി മെനയുന്ന മാപ്രകൾ ചിന്തിക്കണം. നിങ്ങളുടെ ജോലി നാളെ പോവും, നിങ്ങൾ പിരിച്ചുവിടപ്പെടും വരുമാനം ഇല്ലാതെ വരുമ്പോൾ. കാരണം റേറ്റിംഗ് അനുസരിച്ചാണ് ചാനൽ പരസ്യം വരുന്നത്. വരുമാനം എന്താണ്? ചാനലിൽ വരുന്ന പരസ്യങ്ങളാണ്. റേറ്റിംഗ് കുറഞ്ഞാൽ പരസ്യം കുറയും, പരസ്യ റേറ്റ് കുറയും. 1 ലക്ഷം രൂപയുടെ പരസ്യം 50,000 ആയി പോവും, 20,000 ആയി പോവും. അപ്പം ജോലി എപ്പോൾ പോയി എന്ന് കേട്ടാൽ മതി. ഈ രീതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മലയാള ന്യൂസ് ചാനലുകളിൽ പണിയെടുക്കുന്ന മാപ്രകളോട് ഞങ്ങൾ മുന്നറിയിപ്പ് തരികയാണ്. ലെഫ്റ്റ് റൈറ്റ് വോയിസ്, സൂക്ഷിച്ചോളുക. സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ടി വരത്തില്ല. ഇനി മാതൃഭൂമി ഇപ്പം കാവ്യഭൂമിയാണെന്നറിയാമല്ലോ. എവിടേക്കാണ് നിങ്ങൾക്ക് വീഴ്ച പറ്റിപ്പോയതെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ട് പ്രേക്ഷകർ നിങ്ങളെ വിട്ടുപോകുന്നു? മാതൃഭൂമി എന്ന് പറയുന്ന കാവ്യഭൂമിക്ക് 29.8. നേരത്തെ 55-ലും 60-ലും 70-ലൊക്കെ കിടന്ന മാതൃഭൂമിയുടെ ന്യൂസ് ചാനലാണ് 29.8 കൂപ്പുകുത്തി വീണത്. പടവലങ്ങ വളരുന്നത് പോലെ താഴേക്ക്. ജനൻ TV, സംഗീ ചാനൽ, അവരും താഴേക്കാണ്. 17.4 ഉള്ളൂ. 6-ാം സ്ഥാനം ജനൻ TV, 5 മാതൃഭൂമി, 7 കൈരളി, 13.4 പോയിന്റ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം, CPIM-ന്റെ സമ്മേളനം സ്വയം വിമർശനമായിട്ട് കൈരളി TV പരിശോധിക്കേണ്ട കാര്യമാണ്. CPIM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വളരെ അതിഗംഭീരമായി നടന്നപ്പോഴും എന്തുകൊണ്ട് കൈരളിക്ക് റേറ്റിംഗ് കൂടാൻ പറ്റിയില്ല? കൈരളി ചാനലിന്റെ തലപ്പത്തിരിക്കുന്നവർ ചിന്തിക്കണം. ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഉന്നയിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ ഇത്രയും വലിയൊരു പാർട്ടിയുടെ ഇത് പാർട്ടി ചാനലാണല്ലോ കൈരളി എന്നാണല്ലോ നമ്മുടെ വൈപ്പ്. കൊല്ലത്ത് ഇത്രയും വലിയ ഒരു വിജയമായ ഒരു സമ്മേളനം നടത്തിയിട്ട് അത് റിപ്പോർട്ട് ചെയ്ത കൈരളി TVക്ക് എന്തുകൊണ്ട് റേറ്റിംഗ് കൂട്ടാൻ പറ്റിയില്ല? എന്താ റേറ്റിംഗിൽ താഴേക്ക് പോയത്? കൈരളിക്ക് വെറും 13.4% റേറ്റിംഗേ ഉള്ളൂ, പോയിന്റേ ഉള്ളൂ. അത് കൈരളി TVയുടെ തലപ്പത്തിരിക്കുന്നവർ ആലോചിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു തിരിച്ചറിവുണ്ടാകുന്നത് നല്ലതാണ്. ഞങ്ങൾ തുറന്നു പറയും, സത്യം വിളിച്ചു പറയും. ഞങ്ങൾ ഈ CPIM-നെയോ അല്ലെ പിണറായി വിജയനെയോ മുഖ്യമന്ത്രിയോ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലൊന്നും അല്ല ഞങ്ങൾ. ഉള്ള കാര്യം ഞങ്ങൾ തുറന്നു പറയും. സ്വയം വിമർശനമായിട്ട് കൈരളി TVക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ എവിടെ ഇല്ലല്ലോ. നിങ്ങൾ ഇപ്പോഴും ഏറ്റവും 7-ാം സ്ഥാനത്തല്ലേ? എത്ര നാളായിട്ട് നിങ്ങൾ തുടരുന്നു? കൈരളി ഏഷ്യാനെറ്റിനെ ബീറ്റ് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവണം.
കൈരളി ടിവിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് ഓർമ്മയുണ്ടാവണം. കൈരളി ടി വി തുടങ്ങി ഏഷ്യാനെറ്റിനെ റേറ്റിംഗിൽ ബീറ്റ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കൈരളി ടി വിയിലെ മാധ്യമ പ്രവർത്തകനായിരുന്നു. ആ ഒരു കാലം എവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എവിടെയാണെന്നത് ഉള്ളത് കൈരളി ടി വി ആലോചിക്കുക. പലരും വിട്ടുപോയി, കഴിവുള്ള പലരും വിട്ടുപോയി. ഞാൻ എന്നെ പറ്റിയല്ല പറയുന്നത്, പലരും വിട്ടുപോയി. പലരെയും തിരിച്ചു കൊണ്ടുവരണം കൈരളി. ഇപ്പൊ എന്താ നിങ്ങൾ ഇവിടെ കിടന്ന് കഥയ്ക്കുന്നത്? ഈ CPIM സമ്മേളനം നടന്നിട്ട് പോലും നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ പറ്റാത്തത് കൈരളി ടിവിയുടെ പരാജയമാണ്, മനസ്സിലാക്കണം. പിന്നെ ന്യൂസ് 18 അംബാനിയുടെ ചാനൽ, അത് പഴയ പോലെ 8ാം സ്ഥാനത്ത് 12.5 വീണ്ടും താഴേക്ക് പോയി. പിന്നെ 9ാമത് മീഡിയ ആണ്, അവരെപ്പോഴും 9ാമതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ ദിനപത്രത്തിന്റെ ചാനൽ, അവർക്ക് വെറും 6 പോയിന്റ്, അവരും താഴേക്ക് പോയി. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, സുഹൃത്തുക്കളെ, മാപ്രകളെ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ചാനൽ കാണുന്നത് ജനങ്ങൾ ഒഴിവാക്കി തുടങ്ങി. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കും. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കയറി കഴിഞ്ഞു. നിങ്ങളുടെ പ്രേക്ഷകരും നിങ്ങളുടെ വായനക്കാരും സോഷ്യൽ മീഡിയയിലേക്ക് കയറി കഴിഞ്ഞു. ഒരു നുണ പറഞ്ഞാൽ ആ നുണയെ പൊളിക്കാൻ സെക്കൻഡ്സ് അല്ലെ മിനിറ്റ്സിനകത്ത് അത് പൊളിക്കുന്ന ഒരു സംവിധാനം സോഷ്യൽ മീഡിയയിലുണ്ട്. സോഷ്യൽ മീഡിയ ചാനലുകൾ, യൂട്യൂബുകൾ. നിങ്ങളൊരു നുണ പറഞ്ഞാൽ ആ നുണയുടെ സത്യം അറിയാൻ നേരെ ആൾക്കാർ യൂട്യൂബിലേക്ക് പോവും, വെബ്സൈറ്റിലേക്ക് പോവും. അപ്പം നിങ്ങൾക്ക് പ്രേക്ഷകർ കുറയും. ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഉൾപ്പെടെ ഞങ്ങൾക്ക് പ്രേക്ഷകർ കൂടും. ഇപ്പം എന്താ പറയുന്നത്? ഞങ്ങൾക്ക് പ്രേക്ഷകർ കൂടുന്നു, നിങ്ങൾക്ക് എന്താ കുറയുന്നത് ചാനലുകൾക്ക്? ഇതിന്റെ കാര്യം എന്താണ്? അതിന്റെ കെമിസ്ട്രി എന്താണ്? രസതന്ത്രം എന്താണ്? അത് പഠിക്കണം, ഹോംവർക്ക് ചെയ്യണം. നുണ പ്രചരിപ്പിച്ചിട്ട് ഒരു ചാനലിനും ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ആ യാഥാർത്ഥ്യമാണ് ബാർക്കിന്റെ ലേറ്റസ്റ്റ് വീക്കിലി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ചുവരെടുത്ത് വായിച്ചാൽ കൊള്ളാം, നല്ലത്. അല്ലെ പലർക്കും, നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ജോലി നഷ്ടപ്പെടും. വരുമാനം കുറയുമ്പോൾ മുതലാളിമാര്, ഏഷ്യാനെറ്റിന്റെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള മുതലാളിമാര് ഓരോരുത്തരെ പിരിച്ചുവിടാൻ തുടങ്ങും. വരുമാനം കുറയുമ്പം ആൾക്കാരുടെ എണ്ണം കുറയ്ക്കും, പിരിച്ചുവിടും. കുറെ കഴിയുമ്പോൾ കൂട്ടിപ്പോവും. ഇതാണ് സംഭവിക്കാൻ പോണത്. സോഷ്യൽ മീഡിയ കുതിക്കും, മുന്നോട്ട് കുതിക്കും. അവിടേക്ക് ചേക്കേറുക. സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം അവിടെ നടത്താൻ നോക്കുക. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല.